സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടായിരുന്നു. എത്ര പൈസ എന്നത്? മരുന്ന് വാങ്ങാൻ പൈസ കൊടുത്തു. ഒരു മാസം മരുന്ന് വാങ്ങാൻ 5000 എനിക്ക് വേണം. ആര് വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ തരണം പറഞ്ഞു. മരുന്ന് വാങ്ങാൻ പൈസ വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പൊ തന്നു അവരല്ലേ? അപ്പൊ ബിജെപിയുടേത് പണക്കൊഴുപ്പിന്റെ ബിജെപിയുടേത് പണക്കൊഴുപ്പിന്റെ രാഷ്ട്രീയം എന്ന് LDF സ്ഥാനാർത്ഥി NMR റസാഖ് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. വ്യവസ്ഥയിൽ എങ്ങനെ അംഗീകരിക്കുക? പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും മോശമായ കാര്യമല്ല. തീർച്ചയായും പരാതിയായിട്ട് ഇതിന്റെ വസ്തുതകൾ പരിശോധിച്ചിട്ട് LDF പരാതിയുമായി മുന്നോട്ട് പോകും. ഞങ്ങളിത് കാത്തിരിക്കുകയായിരുന്നു. ഇത് ഒരിക്കലും എന്തായാലും ഒരിക്കലും അകപ്പെടുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അത് ഇന്ന് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ അകപ്പെട്ടു. തരംതാണ രാഷ്ട്രീയ സംസ്കാരം എന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഏറ്റവും തരംതാന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ടല്ലോ, ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ. MLA-മാരെ കോടികൾ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കുക, അതിലൂടെ ഗവൺമെന്റിനെ അട്ടിമറിക്കുക എന്നുള്ളത്. അത് കേരളത്തിലും അവർ ശ്രമിക്കുകയാണ്. കേരളം ഇന്ത്യ രാജ്യത്ത് അതിന് നിന്നുകൊടുക്കില്ല എന്ന് പല കാര്യങ്ങളിൽ തെളിയിക്കപ്പെട്ടൊരു നാടായതുകൊണ്ട് BJP-യുടെ ഈ വർഗീയ രാഷ്ട്രീയമൊന്നും ഈ പണത്തിന്റെ മുകളിലും അതുപോലെ തന്നെ കയ്യൂക്കിന്റെ മുകളിലൊന്നും കേരളത്തിലെ വോട്ടർമാർ അതിന് നിന്നുകൊടുക്കില്ല എന്ന് മെയ് 4-ന്റെ ഫലം തീർച്ചയായും തെളിയിക്കും. BJP-ക്ക് പരാജയ ഭീതിയെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി എടുക്കണമെന്നും ആവശ്യം. അവരുടെ പണക്കൊഴുപ്പ് പലയിടത്തും നമുക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ പ്രചരണത്തിൽ കാണാൻ പറ്റും, എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ പക്ഷെ കൈയോടെ പിടിച്ച സംഭവമല്ലേ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എല്ലാ സ്ഥലത്തും വിജിലൻ്റ് ആവണം. ഇന്ന് ഇങ്ങനെ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇതാണ് പറയാനുള്ളത്. BJP പാലക്കാട് പരാജയം സമ്മതിച്ചെന്ന് ഷാഫി പറമ്പിൽ. ഉത്തരേന്ത്യയിൽ പയറ്റുന്ന രാഷ്ട്രീയമല്ല കേരളത്തിലേത്. ശോഭാ സുരേന്ദ്രനെ അയോഗ്യയാക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. പാലക്കാട് BJP-യെയും തിരസ്കരിക്കും, BJP-യുടെ പണത്തെയും തിരസ്കരിക്കും. രണ്ടിൻ്റെ മുമ്പിലും പാലക്കാട് ആത്മാഭിമാനം പണയം വെക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അവർ പാലക്കാടിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, പാലക്കാട് അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ അവർ പരീക്ഷിച്ച ശീലങ്ങൾക്ക് വീണു പോകുന്ന ഒരു സ്ഥലമല്ല. പൈസ കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ല, പാലക്കാടിൻ്റെ വോട്ടിനെ വാങ്ങാൻ കഴിയില്ല. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കും ജനങ്ങൾക്കും പുല്ല് വില കൽപ്പിക്കുകയാണ്. 3, 4, 5 വണ്ടികൾ വരിവരിയായി പോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങി സഹായികൾ വീടുകൾ തോറും പണം വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റുമെന്നുള്ളത് വ്യാമോഹമാണ്. സച്ചിൻ വള്ളിക്കാട് നൽകും പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങൾ. സച്ചിൻ, കേരളം വോട്ടെടുപ്പിലേക്ക് കടക്കാൻ വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് BJP വലിയ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പാലക്കാട് ഈ പണവിതരണ ആരോപണം എത്തുന്നത്. ഇതിൽ BJP-യുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ പ്രതികരണം അത് കൃത്യമായിട്ട് ആവശ്യമാണ്. ഇതിന്റെ ഗൗരവം എത്രത്തോളം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ സംഭവിച്ചത്? തുടക്കം മുതലുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ സച്ചിൻ? അല്പസമയത്തിനുള്ളിൽ തന്നെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്നാൽ പോലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാണ് പാലക്കാട്ടെ BJP-യും NDA-യും കടന്നിരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് കണ്ണാടി പഞ്ചായത്തിലെ 16-ാം വാർഡിലെ തരുവക്കുറിശ്ശിയിലെ ദേവു എന്ന പ്രായമായ അമ്മയ്ക്ക് 5000 രൂപ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം നൽകിയത്. NDA സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന സിനി എന്ന പേരുള്ള BJP പ്രവർത്തകയാണ് പൈസ കൊടുത്തത് എന്നാണ് പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരെല്ലാം ആരോപിച്ചിട്ടുള്ളത്. 5000 രൂപയാണ് അമ്മക്ക് നൽകിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ അമ്മയുടെ പ്രതികരണം തേടിയപ്പോൾ തന്നെ അത് കൃത്യമായ രീതിയിൽ പറഞ്ഞിരുന്നു. മരുന്ന് വാങ്ങാൻ കാശ് ചോദിച്ചിരുന്നു. അപ്പോഴാണ് പൈസ തന്നത് എന്നാണ് അമ്മ പറഞ്ഞത്. പിന്നീട് ബന്ധുക്കളും അതേപോലെ തന്നെ മകനും അടക്കമുള്ളവരെല്ലാം അത് തിരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് സമ്മർദ്ദത്തിനൊടുവിൽ BJP നേതാക്കളുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിൽ എന്ന ആരോപണമാണ് UDF-ഉം LDF-ന്റെയും നേതാക്കളെല്ലാം ഉന്നയിക്കുന്നത്. തുടർന്ന് വലിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് LDF-ഉം UDF-ഉം കടന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ദൃശ്യങ്ങൾ പകർത്തിയത് പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ്. കോൺഗ്രസിന്റെ സ്ക്വാഡ് വർക്ക് ഈ മേഖലയിൽ നടക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു ഇത്തരത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ വാഹനവും BJP പ്രവർത്തകരെയും ഈ വീടിന് മുന്നിൽ കോൺഗ്രസ്
എഫിന്റെ പ്രാദേശിക പ്രവർത്തകർ കാണുന്നത്. ഉടൻ തന്നെ അവർ മൊബൈലിൽ ചിത്രങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു. 5000 രൂപ പ്രായമായ അമ്മക്ക് നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം മൊബൈലിൽ പകർത്തി. അപ്പോഴാണ് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വാഹനത്തിൽ നിന്നും ഇറങ്ങി വന്ന് ദൃശ്യങ്ങൾ പകർത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തുകയും ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള അസഭ്യ വർഷം, നിന്റെ കരണം അടിച്ചു പൊളിക്കുമെന്ന തരത്തിലുള്ള വാക്കുകളാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് യോജിക്കാത്ത വാക്കുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരും വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് UDFും LDFും കടക്കുകയായിരുന്നു. നിലവിൽ UDFിന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും LDFിന്റെ സ്ഥാനാർത്ഥി NMR റസാഖ് അടക്കമുള്ളവർ ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന് വാർത്തകൾ വന്നതിന് പിന്നാലെ തന്നെ ഇടപെടുകയും ചെയ്തു. നിലവിൽ ഇലക്ഷൻ കമ്മീഷൻ പാലക്കാട് ജില്ലാ കളക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് സംഭവ സ്ഥലത്തെത്തുകയും വീട്ടിലെത്തി അമ്മയുമായി വിവരങ്ങൾ ആരായുകയും ചെയ്തിട്ടുണ്ട്. പ്രാഥമികമായ വിവരങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ തേടിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള നടപടികളും ഉണ്ടാകും. കേന്ദ്രസേനയടക്കം ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് LDFും UDFും കടക്കുമ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ഇനി വോട്ടെടുപ്പിന് ബാക്കിയുള്ളത്. ആ സമയത്ത് BJPയെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പണം കൊടുത്ത് വോട്ട് മേടിക്കാനുള്ള ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കം. എന്തായാലും കേരളത്തിൽ നാളെ വോട്ടെടുപ്പ് ദിവസവും ഇത് വലിയ രീതിയിലുള്ള ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം LDFിന്റെയും UDFിന്റെയും എല്ലാം സംസ്ഥാന ദേശീയ നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് BJP കേരളത്തിലും പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നേതാക്കളെല്ലാം പറഞ്ഞിട്ടുള്ളത്. പണം കൊടുത്ത് വോട്ട് വാങ്ങാനുള്ള BJPയുടെ ശ്രമം ജനങ്ങൾ തള്ളിക്കളയുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും BJPയുടെ മണ്ഡലങ്ങളിലെല്ലാം പണവും മദ്യവും മറ്റ് സാധനങ്ങളെല്ലാം വിതരണം ചെയ്യുന്നു എന്ന വിവരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നിരുന്നു. നേതാക്കളെല്ലാം ആരോപിച്ചിരുന്നു. പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സാരി മറ്റു വസ്തുക്കളെല്ലാം വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പാലക്കാട് കല്ലേക്കാട്, പിരായിരി മേഖലയിലെ കല്ലേക്കാടും അതേപോലെ തന്നെ നഗരസഭാ പരിധിയിലെ കുന്നംകുഴി ഭാഗത്തെല്ലാം ഇത്തരത്തിൽ സാരി വിതരണം ചെയ്തതായുള്ള തെളിവുകളും കോൺഗ്രസും CPMും പുറത്തുവിട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ BJPക്ക് സ്വാധീനമില്ലാത്ത മാത്തൂർ, പിരായിരി, കണ്ണാടി പഞ്ചായത്തുകളിലാണ് വലിയ രീതിയിലുള്ള പണവും സാരിയുമെല്ലാം വിതരണം ചെയ്തത് എന്നാണ് LDFിന്റെയും UDFിന്റെയും നേതാക്കൾ ആരോപിക്കുന്നത്. എന്തായാലും LDFും UDFും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. UDFിന്റെ നിലവിൽ ജില്ലാ നേതൃത്വം പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പണം നൽകി വോട്ട് മേടിക്കാനുള്ള BJPയുടെ ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം വലിയ രീതിയിലുള്ള ചർച്ചയാക്കാൻ തന്നെയാണ് LDFും UDFും തീരുമാനിച്ചിട്ടുള്ളത്. അരുണ്യ, സച്ചിൻ തുടരുക. പിരായിരിലെ കാര്യങ്ങൾ കൂടുതലായി നമുക്ക് പറഞ്ഞു പോകാം. പാലക്കാട് പിരായിരി പഞ്ചായത്തിൽ സാരി വിതരണം ചെയ്തും സ്വാധീനിക്കാൻ ശ്രമമുണ്ടായി. ഇതിന്റെ ചിത്രങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. BJP പ്രവർത്തകർ വീടുകളിലെത്തി സാരി വിതരണം ചെയ്തു. കൊമ്പൻകുഴിയിൽ ചാക്കിൽ സാരി വിതരണം ചെയ്തുവെന്നാണ് പരാതി. സച്ചിൻ തുടരുന്നുണ്ട്. സച്ചിൻ, ഈ പിരായിരിയിൽ നടന്ന ഈ സാരി വിതരണവുമായി ബന്ധപ്പെട്ട നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം BJPയുടെ കൊട്ടിക്കലാശം, അതേപോലെ തന്നെ BJPയുടെ പരിപാടികളെല്ലാം നടന്നിരുന്നു. ആ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നവർക്ക് സാരി നൽകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകളെല്ലാം വാട്സപ്പിലും അതേപോലെ തന്നെ മറ്റ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചിരുന്നു. പ്രധാനമായും BJPയുടെ പ്രാദേശിക നേതാക്കളാണ് ഇത്തരം മെസ്സേജ് കൈമാറിയിട്ടുള്ളത്. പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം സാരി നൽകുമെന്ന കാര്യം പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകളാണ് പ്രചരിച്ചിരുന്നത്. എന്നാൽ അടുത്ത ദിവസം തന്നെ ഇത്തരത്തിൽ സാരി വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും UDFിന്റെയും LDFിന്റെയും പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രധാനമായും പിരായിരി, അതേപോലെ തന്നെ പാലക്കാട് നഗരസഭയിലെ വിവിധ ഭാഗങ്ങൾ, BJPക്ക് സ്വാധീനമുള്ള ഭാഗങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലാണ് BJP പ്രവർത്തകർ സാരി വിതരണം ചെയ്തത്. കഴിഞ്ഞ ദിവസം നടന്ന കൊട്ടിക്കലാശത്തിലും നമുക്കത് വ്യക്തമായിരുന്നു. എല്ലാവരും ഒരേ തരത്തിലുള്ള സാരി ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കൊട്ടിക്കലാശത്തിലും പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും വലിയ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് പാലക്കാട്ടെ BJPയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കടന്നിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത്. വലിയ രീതിയിൽ പണവും അതേപോലെ തന്നെ മറ്റു വസ്തുക്കളും വിതരണം ചെയ്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തിയിലേക്ക് BJP കടന്നിട്ടുള്ളത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് LDFും UDFും വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥികൾ, അതായത് LDFിന്റെ സ്ഥാനാർത്ഥി NMR റസാഖും അതേപോലെ തന്നെ UDFിന്റെ സ്ഥാനാർത്ഥിയും കണ്ണാടിയിലെ ഈ പണം നൽകിയ വീടുകളിലും എത്തിയിരുന്നു.
അവിടെയും കൃത്യമായ രീതിയിൽ LDFന്റെയും UDFന്റെ നിലപാടുകൾ സ്ഥാനാർത്ഥികളും പറഞ്ഞിട്ടുണ്ട്. പണം കൊടുത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നേതാക്കളുടെയും നിലപാടുള്ളത്. സച്ചിൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. പാലക്കാട് നമുക്കറിയാം BJPയുടെ അവിടുത്തെ സ്വാധീനം BJP അവരുടെ A ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്നതാണ് പാലക്കാട്. കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം ഇക്കുറി നടക്കുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട്. അവിടെയാണ് BJP വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ പണം സാരി വിതരണ ആരോപണം ഉയർന്നിരിക്കുന്നത്. കൃത്യമായി തന്നെ അതിന്റെ ഏറെക്കുറെയുള്ള തെളിവുകൾ കൂടി പൊതുമതത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങൾക്കും കിട്ടിയത്. ഇതിലിപ്പോൾ BJP നേതാക്കൾ ഇതിൽ ഉത്തരം പറഞ്ഞ് മദ്യക്കു ചട്ടലംഘനം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അടക്കം അതിൽ കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചെങ്കിലും അവർ ഇത് നിഷേധിക്കാൻ തന്നെയാണല്ലോ സാധ്യത, പൂർണ്ണമായും തള്ളിക്കളയാൻ തന്നെയാണല്ലോ സാധ്യത. തീർച്ചയായും അരുണ്യ, അല്പസമയത്തിനുള്ളിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണും. കൃത്യമായി എന്താണ് നടന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിശദീകരിക്കും. എന്തായാലും അരുണ്യ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം അതായത് പണം കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്ന സ്ഥിതിക്ക് അത് തള്ളിക്കളയുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ശോഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പോലും വലിയ രീതിയിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾ അടക്കം വാർത്ത നൽകിയിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ കാറിൽ നിന്നും ഇറങ്ങിയ വയോധികയ്ക്ക് പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും എത്ര നിഷേധിച്ചാലും അത്തരം കാര്യങ്ങളുടെ ദൃശ്യങ്ങൾ കളവ് പറയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് LDFന്റെയും UDFന്റെയും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് നാളെ അതായത് വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും നാളെ നേതാക്കളെല്ലാം മാധ്യമങ്ങളെ കാണും. ആ സമയത്ത് പോലും ഈ BJPയുടെ ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ചും പണം നൽകിയതിനെ കുറിച്ചുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. അത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്കും കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, സച്ചിൻ വാളിക്കാരാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.